കണ്ണൂർ കടൽത്തീരത്ത് ഓരോ സന്ധ്യയും ഒരു പെൺകുട്ടിയിരിക്കും. പേര് നയന. കടൽത്തിരകൾ വരും പോകും, പക്ഷേ അവൾ അവിടെ തന്നെ. അവളുടെ കയ്യിൽ ഒരു ചെറിയ ഷെൽ, അതൊരോർമ്മ. നയനയും അഭിനവും കോളേജ് കാലത്ത് പ്രണയത്തിലായി. അവരുടെ ഇഷ്ടസ്ഥലം ഈ കടൽത്തീരം. അഭിനവ് എപ്പോഴും പറയും, തിരകൾ എത്ര ദൂരം പോയാലും വീണ്ടും തിരിച്ചുവരും, ഞാനും അങ്ങനെ തന്നെ. പക്ഷേ ജീവിതം എപ്പോഴും വാഗ്ദാനങ്ങൾ കേൾക്കില്ല. അഭിനവിന് ദുബായിൽ ജോലി കിട്ടി, പോകേണ്ടി വന്നു. 2 വർഷം മാത്രം നയന, പിന്നെ ഞാൻ തിരിച്ചുവരും. ആദ്യ വർഷം വീഡിയോ കോളുകൾ, ചിരികൾ, സ്വപ്നങ്ങൾ. 2ാം വർഷം ബിസി ലൈഫ്, ടൈം ഡിഫറൻസ്, ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ്സ്. ഒരു ദിവസം വലിയ തർക്കം. അവസാനമായി പറഞ്ഞ വാക്കുകൾ, നീ മനസ്സിലാക്കുന്നില്ല. അതിനുശേഷം നിശബ്ദം. മാസങ്ങൾ കടന്നു. നയന ഓരോ സന്ധ്യയും കടൽക്കരയിലെത്തും, അവൻ നൽകിയ ഷെൽ കയ്യിൽ പിടിച്ച്. തിരകൾ തിരിച്ചുവരുമോ, അവൾ മനസ്സിൽ ചോദിക്കും. ഒരു ദിവസം വലിയ കാറ്റും മഴയും. നയന കടൽക്കരയിൽ തന്നെയിരുന്നു, കണ്ണുകളിൽ കണ്ണുനീർ. അപ്പോൾ പിന്നിൽ നിന്നുമൊരു ശബ്ദം, തിരകൾ വൈകിയാലും വരും. അവൾ തിരിഞ്ഞുനോക്കി. അഭിനവ്. കണ്ണുകൾ ക്ഷീണിച്ചിരിക്കുന്നു, പക്ഷെ ചിരി അതേ. ക്ഷമിക്കണം നയന, ഞാൻ ഈഗോ കൊണ്ടാണ് മാറി നിന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, പണമില്ലാതെ ജീവിക്കാം, പക്ഷേ നിന്നില്ലാതെ കഴിയില്ല. നയന ഒന്നും പറഞ്ഞില്ല. അവൾ മുന്നോട്ടു ചെന്നു, അവനെ കെട്ടിപ്പിടിച്ചു. കടൽ തിരകൾ അവരുടെ കാലുകൾ നനച്ചു. അഭിനവ് പതുക്കെ പറഞ്ഞു, ഇനിയൊരു വാഗ്ദാനം മാത്രം, ഞാൻ പോകില്ല. സൂര്യാസ്തമനം ആകാശം ചുവപ്പാക്കി. കടൽക്കരയിൽ 2 ഹൃദയങ്ങൾ വീണ്ടും ഒന്നായി. റെഡ് സന്ദേശം. സത്യമായ പ്രണയം വഴക്കുകളിൽ അവസാനിക്കില്ല, അത് തിരിച്ചുവരാൻ വഴി കണ്ടെത്തും. സംസാരിക്കാനും ആളുകളുമായി ഇടപഴകാനും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവൻ എഴുതിയ കവിതകൾക്ക് ഒരു പ്രത്യേക ആത്മാവുണ്ടായിരുന്നു. ഒരു ദിവസം ലൈബ്രറിയിൽ അവൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു കവിതയുടെ പേജുകൾ കാറ്റിൽ പറന്നു. ആ പേജുകൾ എടുത്തുകൊടുത്തത് അനന്യയായിരുന്നു. ഇത് നിന്റേതാണോ, അവൾ ചോദിച്ചു. അതെ, അവൻ മന്ദഹസിച്ചു. അവൾ പേജുകൾ വായിച്ചു. ഇത്ര മനോഹരമായി ആരെങ്കിലും എഴുതുമോ? ആ വാക്കുകൾ നിഹാലിന്റെ ഹൃദയത്തിൽ ഒരു പുതിയ വെളിച്ചം കൊളുത്തി. അതിനുശേഷം അവർ ദിവസവും ലൈബ്രറിയിൽ കണ്ടുമുട്ടി. പുസ്തകങ്ങളെക്കുറിച്ചുള്ള സംഭാഷണം പതിയെ ഹൃദയത്തെക്കുറിച്ചുള്ള സംഭാഷണമായി മാറി. അനന്യ ഒരു പിയാനിസ്റ്റായിരുന്നു. അവൾക്ക് സംഗീതം ജീവിതം പോലെ. ഒരിക്കൽ അവൾ നിഹാലിനെ തന്റെ സംഗീത പരിപാടിയിലേക്ക് ക്ഷണിച്ചു. സ്റ്റേജിൽ അവൾ പിയാനോ വായിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും നിഹാലിനെ തേടുകയായിരുന്നു. ആ സംഗീതത്തിൽ അവൾ പറഞ്ഞത് പ്രണയമായിരുന്നു. പക്ഷേ സന്തോഷത്തിനിടയിൽ ഒരു ഇരുണ്ട വാർത്ത വന്നു. അനന്യയുടെ കുടുംബം വിദേശത്തേക്ക് മാറാൻ തീരുമാനിച്ചു. അവൾക്ക് പോകാതെ വഴിയില്ലായിരുന്നു. നിഹാൽ അത് കേട്ടപ്പോൾ അവന്റെ ലോകം നിശ്ചലമായി. നീ പോകുന്നുവോ, അവൻ ചോദിച്ചു. അവൾ കണ്ണീരോടെ പറഞ്ഞു, എനിക്ക് സ്വപ്നങ്ങളുണ്ട്, പക്ഷെ നിന്നെ വിട്ടുപോകാൻ എനിക്കിഷ്ടമില്ല. പിരിയുന്ന ദിവസം മഴയില്ലാത്ത ആകാശം പോലും മങ്ങിപ്പോയ പോലെ തോന്നി. എയർപോർട്ടിൽ അവർ അവസാനമായി തമ്മിൽ നോക്കി നിന്നു. നീ എഴുതണം, അനന്യ പറഞ്ഞു, എനിക്കുവേണ്ടി, നമ്മുടെ കഥയ്ക്കായി. നിഹാൽ അവളുടെ കൈ പിടിച്ചു. നീ സംഗീതം നിർത്തരുത്. എവിടെയായാലും നിന്റെ സംഗീതം എന്റെ ഹൃദയത്തിൽ കേൾക്കും. വർഷങ്ങൾ കടന്നു. നിഹാൽ ഒരു പ്രശസ്ത കവിയായി. അവന്റെ കവിതകൾ പ്രണയത്തിന്റെ വേദനയും പ്രതീക്ഷയും നിറഞ്ഞവയായിരുന്നു. ഒരു ദിവസം ഒരു അന്താരാഷ്ട്ര സാഹിത്യ പരിപാടിയിൽ അവൻ പങ്കെടുത്തു. അവിടെ സ്റ്റേജിൽ പിയാനോ വായിക്കാൻ വന്ന കലാകാരി ആരായിരുന്നു? അനന്യ. സംഗീതം ആരംഭിച്ചു. ആ സ്വരങ്ങളിൽ വർഷങ്ങളായുള്ള അകലം, കണ്ണീർ, പ്രതീക്ഷ എല്ലാം ഒളിഞ്ഞിരുന്നു. പരിപാടിക്ക് ശേഷം അവർ തമ്മിൽ വീണ്ടും കണ്ടു. നീ തിരികെ എത്തിയോ, നിഹാൽ ചോദിച്ചു. അവൾ ചിരിച്ചു. ഞാൻ ഒരിക്കലും പോയിട്ടില്ല, എന്റെ മനസ്സിവിടെ തന്നെയായിരുന്നു. ആ രാത്രി അവർ കടൽത്തീരത്തിരുന്നു. തിരകൾ തീരത്തെത്തുമ്പോൾ അനന്യ മൃദുവായി പറഞ്ഞു, നീയില്ലാത്ത ഒരു നിമിഷം പോലും ഞാൻ പൂർണ്ണമായിരുന്നില്ല. നിഹാൽ മറുപടി നൽകി, നീ തന്നെയാണ് എന്റെ ഓരോ വരിയും, എന്റെ ഓരോ ശ്വാസവും. കടൽ തിരകൾ വീണ്ടും വീണ്ടും തീരത്തെ തേടുന്നതുപോലെ അവർ ഒരുമിച്ച് വീണ്ടും ജീവിതത്തെ തേടി. പ്രണയം ചിലപ്പോൾ ദൂരങ്ങളിലൂടെ പരീക്ഷിക്കപ്പെടും, പക്ഷേ ഹൃദയങ്ങൾ സത്യമായാൽ വഴികൾ വീണ്ടും കൂട്ടിക്കൊണ്ടുവരും.
അവസാനം. എന്നാൽ അവരുടെ പ്രണയം ഇനി ഒരിക്കലും വേർപിരിയില്ല. ഹൃദയം.